ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാനസ രാത്രിയിൽ അങ്ങനെ കൃപ വീട്ടിൽ വന്ന് സംസാരിച്ചതെല്ലാം വീണ്ടും ഓർക്കുകയാണ്. എങ്ങനെയെങ്കിലും സാഗറിനോടും കുടുംബത്തോടും പ്രതികാരം ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മാനസ ഒടുവിൽ ആ ചതി ചെയ്യുകയാണ്. മാനസയുടെ ഫോണിലുള്ള കൃപയുടെ ആ വീഡിയോ മാനസ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ആളുകളെല്ലാം തന്നെ ആ വീഡിയോ കാണുകയാണ്. കൃപയും സാഗർ കുടുംബവും എല്ലാവരും തന്നെ ആ വീഡിയോ കാണുന്നുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാനസയാണെങ്കിൽ സ്വയം പറയുന്നുണ്ട്, എടാ കൃഷേ, ഇനി നീ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതൊന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് വിജയശ്രീ ലളിതയെ പോലെ അങ്ങനെ നിൽക്കുകയാണ്. സാഗറും കൃഷും ദേജിയുമാണെങ്കിൽ ഈ വീഡിയോ മാനസ പുറത്തു വിടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. ഒടുവിൽ ജയമോഹനെയും മാനസയെയും കണ്ട് എന്തിനും തയ്യാറാവാമെന്ന് അവരങ്ങനെ തീരുമാനിക്കുമ്പോഴേക്കും സാഗറിന്റെ ഫോണിലേക്ക് സുജുവിൻ്റെ ഫോൺ കോൾ വരികയാണ്. സാഗർ ഫോൺ എടുത്ത് സുജുവിനോട് എന്താണെന്ന് ചോദിക്കുമ്പോൾ സുജു ആകെ പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സാഗർ, കൃപ വാതിലടച്ച് മുറിയിൽ കയറിയതാണ്, എത്ര പറഞ്ഞിട്ടും തുറക്കുന്നില്ല. മാനസ നമ്മളെ ചതിച്ചു, ആ വീഡിയോ മാനസ ലീക്ക് ചെയ്തു എന്ന് സുജു അങ്ങനെ സാഗറിനോട് പറയുന്നതും സാഗർ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്ത് സാഗർ അങ്ങനെ വീഴാനായി പോവുകയാണ്. സാഗറിന്റെ ടെൻഷൻ കണ്ട് കൃഷി എന്താണ് അച്ഛാ കാര്യമെന്ന് അങ്ങനെ ചോദിക്കുകയാണ്. സാഗർ എന്നിട്ട് പറയുന്നുണ്ട്, മാനസ നമ്മളെ ചതിച്ചു എന്നങ്ങനെ പറയുന്നതും ദേവ്ജിയും കൃഷും ആകെ ഷോക്കാവുന്നുണ്ട്. അങ്ങനെ കൃഷി സാഗറിനെ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് വേഗം സാഗറിനെ വിളിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ദേവ്ജിയാണെങ്കിൽ പോയിട്ട് വിളിക്കേ, എന്താണെങ്കിലും എന്നെ വിളിച്ച് അറിയിക്കേ എന്നങ്ങനെ പറയുകയാണ്. സുജുവും ആൻറ്റിയമ്മയാണെങ്കിൽ ആകെ കരഞ്ഞുകൊണ്ട് കൃപയുടെ വാതിൽ മുട്ടുന്നുണ്ട്. കൃപ, നീയൊന്ന് വാതിൽ തുറക്കുക എന്ന് പറയാണ്. കൃപയാണെങ്കിൽ വാതിലടച്ചുകൊണ്ട് ബെഡിനരികിലിരുന്ന് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാനസ വരുണിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മളോട് ചെയ്ത ചതികൾക്കെല്ലാം ഞാൻ ശരിക്കും പ്രതികാരം ചെയ്തിട്ടുണ്ട് വരുൺ. ഇപ്പോൾ കൃഷിൻ്റെ കുടുംബം മരിക്കണോ ജീവിക്കണോ എന്നുള്ള അവസ്ഥയിലാണെന്നങ്ങനെ പറയുമ്പോൾ വരുൺ എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. മാനസ ഇപ്പോൾ കൃപയുടെ വീഡിയോയുടെ കാര്യം വരുണിനോട് അങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വരുണിനും ഒരുപാട് സന്തോഷാവുകയാണ്. അപ്പോഴാണ് അതുവഴി ഇതും കേട്ടുകൊണ്ട് ഹേമ വരുന്നത്. ഹേമ പോയി മാനസയോട് അടുത്തത് എന്താണ് നിന്റെ ചതിയെന്ന് അങ്ങനെ ചോദിക്കുകയാണ്. മാനസ അപ്പം തന്നെ വരുണിനോട് ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. മാനസ എന്നിട്ട് ഹേമയോട് പറയുന്നുണ്ട്, ഓ അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നുല്ലേ അമ്മ, അപ്പോൾ എന്താണ് കാര്യമെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നെ ദ്രോഹിച്ചവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം, അത്രയുള്ളൂ എന്ന് പറഞ്ഞ് മാനസ അങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ്. ഹേമ അപ്പം മാനസയോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിന്റെ വൈരാഗ്യം തീർക്കാൻ ആ പെൺകുട്ടിയുടെ ഭാവി തന്നെ നിനക്ക് തകർക്കണമല്ലേ എന്നങ്ങനെ മാനസയോട് പറഞ്ഞ് ഹേമ വേഗം ജയമോഹനെ വിളിക്കുകയാണ്. ജയമോഹൻ അപ്പോഴേക്കും മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഹേമ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവൾ എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞോ എന്നങ്ങനെ ചോദിക്കുമ്പോൾ ജയമോഹൻ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. ഹേമ അപ്പം പറയുന്നുണ്ട്, അപ്പോൾ അച്ഛനും മോളുടെയും ഗൂഢാലോചനയാണല്ലേ ഇത്, ലോകത്തിലെ ഏറ്റവും നല്ല പ്രവൃത്തിയാണല്ലോ മോള് ചെയ്തത്, എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. മോളെ ജയിപ്പിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടുകൾക്കും അച്ഛൻ തയ്യാറാവുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഈ രീതിക്ക് നിങ്ങൾ തരം താഴുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ പെൺകുട്ടി വന്ന് ഇവിടം ബഹളം വെച്ചിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ നിങ്ങളുടെ മോളും ഇതുപോലെ പല വീടുകളിലും ചെന്ന് ബഹളം ഉണ്ടാക്കിയിട്ടില്ലേ, അവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവുമായിരുന്നു നിങ്ങളുടെ മോളുടെ അവസ്ഥ? ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ഇവളെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തായിരിക്കും എന്നൊക്കെ ഹേമ അങ്ങനെ പറയുന്നതും മാനസ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ ആരും ഇടപെടണ്ട, ഞാനിതെല്ലാം കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണ്. എന്നെ അവർ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ തീയിട്ടാലേ എനിക്ക് സമാധാനമാവൂ. ഇതിന്റെ പേരിൽ ആ വീട്ടിൽ ആരെങ്കിലും ചത്തുപോയാൽ പോലും എനിക്കൊന്നും തോന്നില്ല. ശത്രുക്കൾ തോൽക്കാനുള്ളവരാണ്, ചാകാനുള്ളവരാണ്, അത് മാനസയുടെ തീരുമാനമാണെന്ന് പറഞ്ഞ് മാനസ അവിടെ നിന്നും ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് ഹേമ ജയമോഹനോട് പറയുന്നുണ്ട്, സാഗർ കുടുംബത്തോട് നിങ്ങൾ കണക്ക് പറയേണ്ടി വരുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ മുകളിൽ ഒരു ദൈവമുണ്ട്, അവരോട് നിങ്ങൾക്ക് കണക്ക് പറയേണ്ടി വരും. നിങ്ങളെയൊന്നും ഉപദേശിച്ചിട്ട് ഒരു പ്രയോജനവുമില്ലെന്ന് എനിക്കറിയാം. ഇതിന്റെ പിറകിൽ എന്തൊക്കെയുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. എന്തായാലും അച്ഛനും മോളും ചാകാതെ നോക്ക് എന്ന് പറഞ്ഞ് ഹേമ അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. ജയമോഹനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് സാഗറും കൃഷി അങ്ങനെ വീട്ടിലെത്തുകയാണ്. സുജു എന്നിട്ട് അവരെ കാണുന്നതും പറയുന്നുണ്ട്, അവള് വാതിൽ തുറക്കുന്നതേ ഇല്ല, കുറെ നേരമായി വിളിക്കുന്നു എന്നൊക്കെ അങ്ങനെ പറയാണ്. പിന്നീട് അങ്ങനെ സാഗറും കൃഷും പോയി കൃപയുടെ വാതിൽ മുട്ടിക്കൊണ്ട് വാതിൽ തുറക്കെന്ന് പറയുന്നുണ്ടെങ്കിലും കൃപയാണെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് അങ്ങനെ തളർന്നിരിക്കുകയാണ്. ഞാൻ വാതിൽ തുറക്കില്ല, ഞാൻ ചത്തിട്ടൊന്നുമില്ലല്ലോ
എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് കൃപ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷ് അപ്പോൾ വാതിൽ ചവിട്ടി തുറക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും സാഗർ പറയുന്നുണ്ട് അതൊന്നും വേണ്ട, കൃഷേ നീ എന്തായാലും വേഗം പോയി കൺമണിയൊന്ന് വിളിച്ചുകൊണ്ട് വാ, അവൾ വന്നാൽ കൃപയ്ക്ക് കുറച്ച് ആശ്വാസമാവുമെന്നങ്ങനെ പറയുകയാണ്. കൃഷ് അങ്ങനെ അപ്പം തന്നെ കൺമണിയെ വിളിക്കാൻ കൺമണിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. സുജു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ എനിക്ക് പേടിയാവുന്നു, നമ്മുടെ മോള് എന്തെങ്കിലും ചെയ്യുമോ എന്നെല്ലാം ആദ്യയോട് അങ്ങനെ പറയുകയാണ്. സാഗർ എന്നിട്ട് സുജുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആൻറ്റിയമ്മയാണെങ്കിൽ സുജുവിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കൃഷ് അങ്ങനെ കൺമണിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. കൺമണിയുടെ വീട്ടിൻ്റെ പുറത്ത് അമ്മായിമാർ രണ്ടുപേരും ധനലക്ഷ്മിയും നിൽക്കുന്നുണ്ട്. കൺമണി എവിടെയെന്ന് കൃഷ് അങ്ങനെ ചോദിക്കുമ്പോൾ ധനലക്ഷ്മി എന്താണ് കാര്യമെന്ന് അങ്ങനെ ചോദിക്കുകയാണ്. അതൊക്കെ പിന്നെ പറയാം, എനിക്ക് കൺമണിയൊന്ന് അത്യാവശ്യമായി കാണണമെന്ന് കൃഷ് അങ്ങനെ പറയുമ്പോൾ സുലോചനമായി പറയുന്നുണ്ട്. അവൾക്ക് എന്തോ ക്ഷീണമാണെന്ന് പറഞ്ഞ് കൺമണി നേരത്തെ കിടന്നു എന്ന് പറയുന്നതും കൃഷ് അങ്ങനെ കൺമണിയുടെ റൂമിലേക്ക് ഓടിപ്പോവുകയാണ്. കൺമണി അങ്ങനെ വാതിൽ തുറക്കുന്നതും കൃഷ് കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി മാനസ നമ്മളെ ചതിച്ചു, അവള് ആ വീഡിയോ ലീക്ക് ചെയ്തു എന്നങ്ങനെ പറയുന്നതും കൺമണിയും ആകെ ഷോക്കാവുന്നുണ്ട്. കൺമണി എന്തായാലും നീയിപ്പോൾ എൻ്റെ കൂടെ ഒന്ന് വരണം, കൃപമോള് വാതിലടച്ച് മുറിയിൽ അങ്ങനെ ഇരിക്കുകയാണ്, ആര് പറഞ്ഞിട്ടും വാതിൽ തുറക്കുന്നില്ല, നിന്നെ അച്ഛൻ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, നീ വന്ന് സംസാരിച്ചാൽ കൃപമോള് വാതിൽ തുറക്കുമെന്നങ്ങനെ പറയുന്നതും കൺമണി ശരി സാർ ഞാൻ ഇപ്പം വരാമെന്ന് പറയുകയാണ്. പിന്നീട് കൃഷ് പുറത്തേക്ക് വരുന്നുണ്ട്. അമ്മായിമാരും ധനലക്ഷ്മിയും എല്ലാവരും തന്നെ മാറി എന്താണ് കാര്യമെന്ന് കൃഷിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും കൃഷ് അതെല്ലാം പിന്നീട് പറയാം, ഇപ്പം എനിക്ക് പറയാനാവില്ല എന്ന് പറയാണ്. ഇപ്പം എനിക്ക് കൺമണിയൊന്ന് പുറത്തു വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് കൃഷ് അങ്ങനെ പറയുമ്പോൾ ധനലക്ഷ്മിയും ശാന്തമ്മയും പറയുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് പറഞ്ഞ് കൺമണിയെ കൊണ്ടുപോയിക്കോ, അല്ലാതെ ഈ രാത്രിയിൽ അവളെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകാനായി കഴിയില്ലെന്ന് പറയുമ്പോൾ കൃഷ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും കൺമണി ഡ്രസ്സ് മാറി റെഡിയായിക്കൊണ്ട് വരുന്നുണ്ട്. കൺമണിയോടും അവരങ്ങനെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും കൺമണിയും ഒന്നും വിട്ടു പറയുന്നില്ല. അങ്ങനെ കൺമണി ശാന്തമ്മയോടും ധനലക്ഷ്മിയോടും ദേഷ്യപ്പെട്ടുകൊണ്ട് കൃഷ്ണനോടൊപ്പം സാഗറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സുലോചനമായി അപ്പോൾ പറയുന്നുണ്ട് അവൾ എന്തായാലും തിരിച്ചു വരുമല്ലോ, എന്തോ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവളിപ്പോൾ പോയത്, വന്നിട്ട് എന്താണ് കാര്യമെന്ന് അവൾ പറഞ്ഞോളുമെന്ന് സുലോചനമായി പറയുന്നുണ്ടെങ്കിലും ശാന്തമ്മായിക്കും ധനലക്ഷ്മിക്കും അത് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. ഇങ്ങനെ രാവില്ല പകലില്ലാത്തതുപോലെ അവളിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്ന് അവരങ്ങനെ പറയാണ്. പിന്നീട് കൺമണി സാഗറിന്റെ വീട്ടിലെത്തുന്നുണ്ട്. കൺമണിയെ കാണുന്നതും സുജു ആകെ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, നമ്മൾ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു കൺമണി, മാനസ നമ്മളെ ചതിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ കരയാണ്. കൺമണി എന്നിട്ട് സുജുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് സാഗർ കൺമണിയോട് പറയുന്നുണ്ട്, മോളെ നിന്നെ കൊണ്ട് മാത്രമേ ഇപ്പം കൃപയെ രക്ഷിക്കാനാവൂ, നീയൊന്ന് അവളോട് സംസാരിക്കുകയെന്ന് പറയാണ്. അങ്ങനെ കൺമണി പോയി കൃപയുടെ മുറിയുടെ വാതിൽ തട്ടുന്നുണ്ട്. കൃപേ നീയൊന്ന് വാതിൽ തുറക്ക്, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ കൃപ പറയുന്നുണ്ട്, ഞാൻ തുറക്കില്ല കൺമണി, തുറക്കില്ലെന്ന് പറയാണ്. മാനസയുടെ വീട്ടിൽ പോയി ഞാൻ ബഹളം വെച്ചതിന് നീ എന്നോട് ദേഷ്യപ്പെട്ടു, അതിൻ്റെ കാരണം എനിക്കിപ്പം മനസ്സിലായി, എനിക്കിനി ആരെയും കാണാൻ വയ്യ, ഞാൻ വാതിൽ തുറക്കില്ല എന്നങ്ങനെ കരഞ്ഞുകൊണ്ട് കൃപ പറയാണ്. കൺമണിയപ്പം പറയുന്നുണ്ട്, നീ ഒന്ന് വാതിൽ തുറക്ക്, കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറയാം, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്നെല്ലാം കൺമണി അങ്ങനെ പറയുമ്പോൾ കൃപ പറയുന്നുണ്ട്, കൺമണി മാത്രം അകത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ വാതിൽ തുറക്കാം, അല്ലെങ്കിൽ ഞാൻ വാതിൽ തുറക്കില്ലെന്ന് പറയാണ്. അങ്ങനെ കൺമണി കൃപയോട് പറയുന്നുണ്ട്, ശരി ഞാൻ മാത്രമേ അകത്തേക്ക് വരൂ, നീ വാതിൽ തുറക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞു തളർന്ന കൃപ പോയി വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറക്കുന്നതും എല്ലാവരും തന്നെ അവിടെ അങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം അടുത്തേക്ക് വരുന്നതിന് മുന്നേ കൺമണിയെ മാത്രം അകത്തേക്ക് വിളിച്ചു കയറ്റി കൃപ അങ്ങനെ വാതിൽ കൊട്ടിയടച്ചുകൊണ്ട് കരയുകയാണ്. ഞാനിനി എന്തിനാണ് ജീവിച്ചിരിക്കുന്ന കൺമണി എന്ന് പറഞ്ഞ് കൺമണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൃപ അങ്ങനെ കരയാണ്. പിന്നീട് കൺമണി കൃപയെ വിളിച്ചിരുത്തി സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ സാഗറും കുടുംബവും സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. കൃപയാണെങ്കിൽ വീഡിയോയിൽ കണ്ടതൊന്നും വിശ്വസിക്കാനാവാതെ കൺമണിയോട് പറയുന്നുണ്ട്, ഇതെങ്ങനെ നടന്നു കൺമണി, ഇതെല്ലാം നമ്മുടെ വീടിനകത്താണ് നടന്നത്, മാനസ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നെല്ലാം കൃപ അങ്ങനെ കൺമണിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കൺമണി ഇപ്പോൾ പറയുന്നുണ്ട്, മനസ്സ് നമ്മളെ ചതിച്ചതാണ്, ഈ കാരണം കൊണ്ടാണ് ആൻറ്റിയമ്മയുടെ ഷെയറുകളെല്ലാം അവർക്ക് തിരിച്ചു കൊടുത്തത്, ഞങ്ങളെല്ലാവരും അവരുടെ മുന്നിൽ നിശബ്ദരായതും ഇത് കാരണം കൊണ്ടാണ് എന്ന് കൺമണി അങ്ങനെ പറയുമ്പോൾ കൃപ പറയുന്നുണ്ട്, എനിക്കിന് പുറത്തിറങ്ങാൻ കഴിയൂ കൺമണി, ഞാൻ തീർന്നു പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൃപ അങ്ങനെ കരയുമ്പോൾ കൺമണി കൃപയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ കരഞ്ഞിരിക്കല്ല വേണ്ടത് മോളെ, പെൺകുട്ടികൾ പൊരുതി നിൽക്കണം, നിന്നെ കൊണ്ട് അതിന് കഴിയും, എൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും തന്നെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് കൺമണി അങ്ങനെ കൃപയെ ചേർത്ത് പിടിക്കുകയാണ്. കൃപയാണെങ്കിൽ കൺമണിയുടെ തോളിൽ അങ്ങനെ കിടന്ന് സങ്കടപ്പെട്ടുകൊണ്ട് കരയുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.